എസ്റ്റിമേറ്റിംഗ് പ്രൊസീജിയർ. ഒരു ജോബ് എസ്റ്റിമേറ്റ് ഓർ വർക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫൈനലൈസിങ് ദി ഡിസൈൻ, അക്യുറസി ആൻഡ് ഫിനിഷ് റിക്വയർഡ്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ ഫൈനലൈസ് ചെയ്യണം. പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് എന്നല്ല, എസ്റ്റിമേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഡിസൈൻ ഫൈനലായിരിക്കണം. ഇനി അതിന് ശേഷം എസ്റ്റിമേഷന് ശേഷം ഡിസൈനിൽ ഒരു ആൾട്ടർനേഷൻ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് എസ്റ്റിമേറ്റും തെറ്റും. അപ്പോൾ അതുകൊണ്ട് ഫൈനലായിട്ട് ഡിസൈൻ ആയിരിക്കണം. അതിൻ്റെ അക്യുറസിയും ഫിനിഷും അടക്കം നമ്മൾ എസ്റ്റിമേഷൻ എന്ന പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ചിരിക്കണം. രണ്ട്, ഡിസൈഡിങ് ദ സെയിൽ പ്രൈസ്, അതായത് സെല്ലിംഗ് പ്രൈസ് ബൈ എസ്റ്റിമേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കുന്നത്, അപ്പം ഫൈനൽ ഡിസൈൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഓരോ മാനുഫാക്ചറിങ് സ്റ്റെപ്സും ഓവർ ഹെഡ്സും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്, ഡിസൈൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് എസ്റ്റിമേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കണക്കാക്കുക. അതായത് എത്ര രൂപയ്ക്ക് ഒരു യൂണിറ്റ് പ്രോഡക്റ്റ് വിൽക്കാമെന്ന് തീരുമാനിക്കുക. ഇത് തീരുമാനിക്കുന്നത് ഡിസൈൻ ബേസ് ചെയ്തുകൊണ്ടാണ്. ഡിസൈൻ ബേസ് ചെയ്തെന്ന് പറയുമ്പോൾ ആ ഡിസൈൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ എന്തൊക്കെ കോസ്റ്റ് ആവും, ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും എന്തൊക്കെ കോസ്റ്റ് ആവും എന്ന് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കുക. അടുത്ത, ഡെലിവറി റേറ്റ്സ് ഷെഡ്യൂളിംഗ് ഫ്രം ദ പ്രോഗ്രസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി നമ്മൾ ഒരു ഔട്ട്സൈഡ് വെണ്ടർ നമ്മളോട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി തരാൻ ആവശ്യപ്പെട്ടു എന്ന് കരുതുക. അപ്പോൾ അവിടെ ഏത് ഡേറ്റിനുള്ളിൽ നമുക്ക് ഇത് അവരുടെ അടുത്ത് എത്തിക്കാൻ പറ്റും എന്ന് തീരുമാനിക്കുക. അതാണ് അടുത്ത റോൾ. എസ്റ്റിമേറ്റിങ്ങിൻ്റെ പ്രൊസീജിയറിലെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ്. ഡെലിവറി റേറ്റ്സ് ഷെഡ്യൂൾ ചെയ്യുക. ഡെലിവറി ഡേറ്റ്സ് ഷെഡ്യൂൾ ചെയ്യുക. കൃത്യമായിട്ട് ഒരു പ്രോഡക്റ്റ് ഏത് ഡേറ്റിൽ, അതായത് എന്നത്തേക്ക് നമ്മുടെ കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എസ്റ്റിമേഷനിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. അടുത്തത് പ്രൈസ് ലിസ്റ്റ്. ഇനി നമ്മുടെ കമ്പോണൻറ്റ്, നമ്മുടെ ഒരു വലിയൊരു അസംബ്ലി ആണെങ്കിൽ അതിനൊരു 10-100 കമ്പോണൻ്റെ ഒരു അസംബ്ലി ആയിരിക്കും. ഇപ്പോൾ ഓട്ടോമൊബൈലൊക്കെ ആണെങ്കിൽ ഒരു തൗസൻഡ്സ് ഓഫ് പാർട്സിൻ്റെ ഒരു അസംബ്ലി ആയിരിക്കും. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രൈസ് ലിസ്റ്റ് തയ്യാറാക്കുക. ഓരോ നട്ടിൻ്റെയും ബോൾട്ടിൻ്റെയും സ്ക്രൂവിൻ്റെയും വരെ പ്രൈസ് ലിസ്റ്റ് തയ്യാറാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എസ്റ്റിമേറ്റിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഈ ബൈ ഓർ മാനുഫാക്ചർ, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഒരു പ്രൊഡക്റ്റ് അതിലൊരു സബ് കമ്പോണൻറ്റ് നമ്മുടെ പ്ലാനിൽ ഉണ്ടാക്കണോ അല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡ് വെൻഡറുടെ അടുത്ത് നിന്ന് വാങ്ങണം, ഏതാണ് എക്കണോമിക്കൽ അതുപോലെ ചെയ്യാം. ഇനി വെയിറ്റ് ഓഫ് ദ മെറ്റീരിയൽ, ഡിറ്റർമിനേഷൻ ഓഫ് വെയിറ്റ് ഓഫ് ദ മെറ്റീരിയൽസ് വിത്ത് വേരിയസ് അലവൻസസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഷാഫ്റ്റാണ് ഉണ്ടാക്കുന്നത് കരുതുക. 1 മീറ്റർ നീളമുള്ള ഷാഫ്റ്റ് നമ്മൾ 50 ഷാഫ്റ്റ് ഉണ്ടാക്കണേ 50 മീറ്റർ ലെന്ത് റോഡ് മതിയാവില്ല. കാരണം എന്താ, നമ്മൾ അലവൻസുകൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് നമ്മൾ എൻഡുകൾ ടേൺ ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു 5 mm ഒക്കെ അലവൻസ് വേണ്ട വരും. 5 mm അലവൻസ് നമ്മൾ ടേൺ ചെയ്ത് കളയേണ്ടതായിരിക്കും. കൃത്യമായിട്ട് നമുക്ക് ഇപ്പം 50 പീസിന് വേണ്ടിയിട്ട് 50 മീറ്റർ റോഡ് ലെന്ത് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. പ്ലസ് ഒരു മീറ്ററൊക്കെ നമ്മൾ എക്സ്ട്രാ എടുക്കേണ്ടി വരും. ഇപ്പോൾ ലാർജ് കമ്പോണൻസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്, മറ്റ് കമ്പോണൻസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്ക്രാപ്പായിട്ട് പോകുന്ന അല്ലെങ്കിൽ വേസ്റ്റായിട്ട് പോകുന്ന മെറ്റീരിയലിൻ്റെ വോളിയം കൂടെ നമ്മൾ കണക്കാക്കണം. അടുത്തത് മെറ്റീരിയൽ കോസ്റ്റ്. ഡിറ്റർമിനേഷൻ ഓഫ് ദ മെറ്റീരിയൽ കോസ്റ്റ് എയ്തർ അറ്റ് മാർക്കറ്റ് പ്രൈസ് ഓർ അറ്റ് ദ ഫോർകാസ്റ്റ് പ്രൈസ്. അതായത് ഈ മെറ്റീരിയൽ നമുക്ക് മാനുഫാക്ചർ ചെയ്യേണ്ട നമ്മുടെ റോ മെറ്റീരിയൽ മാർക്കറ്റിൽ ഏത് പ്രൈസിന് അവൈലബിൾ ആണെന്ന് നമ്മൾ കണ്ടെത്തണം. അല്ലെങ്കിൽ നമ്മൾക്ക് ഇത് ആവശ്യം വരുമ്പോഴത്തേക്കും പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുമ്പോഴത്തേക്കും എത്ര രൂപയ്ക്ക് അത് അവൈലബിൾ ആയിരിക്കുമെന്ന് ഫോർകാസ്റ്റ് ചെയ്യണം. അതായത് നമുക്ക് ഒരു കമ്പോണൻറ്റിൻ്റെ റേറ്റ് കൂടുന്നതിൻ്റെ ഒരു പ്രൈസ് കൂടുന്നതിൻ്റെ റേറ്റ് അനുസരിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കമ്പോണൻറ്റിന്, ഇപ്പോൾ ഒരു സ്റ്റീൽ റോഡിന് വോളിയത്തിനാണെങ്കിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് കോസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു 2-3 മാസത്തിന് ശേഷം ഒരു ചെറിയൊരു ഇൻക്രീസ് ഉണ്ടാകും. അപ്പോൾ അതിനാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്തായിരിക്കും നമുക്ക് ആവശ്യം വരിക. നമുക്കിപ്പം പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞായിരിക്കും ഇത് ആവശ്യം വരിക. അപ്പോൾ 6 മാസം കഴിഞ്ഞ് നിലവിലുള്ള ഇപ്പോൾ കിട്ടുന്ന ഈ വിലയുടെ എത്ര % ഇൻക്രീസ് ചെയ്യുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. മെറ്റീരിയൽ കോസ്റ്റ്, അതാണ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുക. ഇനി ഔട്ട്സൈഡ് പർച്ചേസസ്, ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസസ് ഓഫ് ഔട്ട്സൈഡ് പർച്ചേസസ്. പ്ലാന്റിന് മാനുഫാക്ചർ ചെയ്യാത്ത, സ്വന്തം പ്ലാന്റിന് മാനുഫാക്ചർ ചെയ്യാത്ത കമ്പോണൻറ്റുകളുടെ തുക, ഔട്ട്സൈഡ് പർച്ചേസസിൻ്റെ തുക കണക്കാക്കുക. ഇനി
അടുത്തത് മെഷീനറി ഓർ പ്രോസസ്സിംഗ് ഡാറ്റ, ഡിറ്റർമിനേഷൻ ഓഫ് കട്ടിംഗ് സ്പീഡ്സ് ആൻഡ് ഫീഡ്സ് ഫോർ ദ മെറ്റീരിയൽ സെലക്റ്റഡ് ആൻഡ് മെഷീനിങ് ടൈംസ് ഫോർ ഓൾ ഓപ്പറേഷൻസ്. അതായത് മെഷീനിങ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ടൈം എക്സാക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എല്ലാ ഓപ്പറേഷൻസും ഒരേ സ്പീഡിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ യൂഷ്വലി പറയുകയാണെങ്കിൽ നമ്മുടെ ത്രെഡ് കട്ടിങ് ലോ സ്പീഡിലാണ് ചെയ്യാൻ പറ്റുള്ളൂ, ടേണിങ്ങും ഫേസിങ്ങും ഹൈ സ്പീഡിൽ ചെയ്യും. അപ്പം ഇതൊക്കെ എന്തുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്? നമ്മുടെ വർക്ക് സ്റ്റഡിയോ ടൈം സ്റ്റഡി ആയിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇവിടെ സ്ലോ ആയിട്ടുള്ള ഓപ്പറേഷൻസ്, അതായത് അധികം സ്പീഡ് കൊടുക്കാൻ പറ്റാത്ത ഓപ്പറേഷൻസിന് ടൈം എടുക്കും. അപ്പോൾ ഈ ടൈമിനെ ബേസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ വർക്കറുടെ വേജ് കാൽക്കുലേറ്റ് ചെയ്യുക, നമ്മുടെ ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി അടുത്തത് ലേബർ കോസ്റ്റ്, ഡിറ്റർമിനേഷൻ ഓഫ് ലേബർ കോസ്റ്റ് ഫോർ ഈച്ച് ഓപ്പറേഷൻ. അതായത് ഓരോ ഓപ്പറേഷൻസിനും ഒരു കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ ഒരു സീരീസ് ഓഫ് ഓപ്പറേഷൻസ് കഴിഞ്ഞാണ് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആകുക. അപ്പോൾ ഓരോ സ്റ്റേജിനും ഇപ്പോൾ ടേണിങ്ങിന് എടുക്കുന്ന ടൈം എത്രയാണ്, ഫേസിങ്ങിന് എടുക്കുന്ന ടൈം എത്രയാണ്, സ്ലോട്ടിങ്ങിന് എടുക്കുന്ന ടൈം എത്രയാണ്. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഓരോന്നിൻ്റെയും ലേബർ കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പം 1 മണിക്കൂർ ട്രെയിനിങ്ങിന് 1 മണിക്കൂർ സ്ലോട്ടിങ്ങിന് കൊടുക്കുന്നെങ്കിൽ രണ്ടിനും ഒരേ റേറ്റ് ആയിരിക്കില്ല. അത് ആ വർക്കിൻ്റെ ഡിഫിക്കൽറ്റിക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ ആ മെഷീൻ കോസ്റ്റ്, അല്ലെങ്കിൽ ഓപ്പറേറ്ററുടെ സ്കില്ല്, ഇനി ഓപ്പറേറ്ററുടെ മെഷീനിങ് ടൈം, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ബേസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ലേബർ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി കോസ്റ്റ് ഓഫ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്. ഇനി സ്പെഷ്യൽ ടൂൾസൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. എല്ലാ ഓപ്പറേഷൻസും കോമൺ ആയിട്ടുള്ള ടൂൾസ് ഉണ്ടാവും, ഹൺഡ്രഡ്സ് ഓഫ് വെറൈറ്റീസ് ഓഫ് ടൂൾസ് ഉണ്ടാവും. ഇനി ചില പർട്ടിക്കുലർ കമ്പോണൻറ്റിന് സ്പെഷ്യൽ ജിഗ്സ് ആൻഡ് ഫിക്സ്ചേഴ്സ് കണ്ടുവരും. ജിഗ്സ് ആൻഡ് ഫിക്സ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ആ കമ്പോണൻറ്റ് മെഷീനിൽ ഫിക്സ് ചെയ്യാൻ, റോ മെറ്റീരിയൽ മെഷീനിൽ ഫിക്സ് ചെയ്യാൻ വേണ്ട അറ്റാച്ച്മെൻറ്റ്സിനാണ് ജിഗ്സ് ആൻഡ് ഫിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റയർ പ്രോഡക്റ്റ് ആണെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ ജിഗ് ആൻഡ് ഫിക്സ്ചർ വേണ്ട വരും. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി സാധാരണ ഇന്ന് ഫേസിങ് ടേണിങ്ങും അല്ലാതെ വേറെ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യണം, ഒരു റീം ചെയ്യണം. അപ്പോൾ റീം ചെയ്യണമെങ്കിൽ അതിന് വേറെ ടൂൾ വേണം. ആ ടൂളിൻ്റെ കോസ്റ്റ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. അടുത്തത് പ്രൈം കോസ്റ്റ്. അപ്പോൾ പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈമറി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈം കോസ്റ്റ് ബൈ ആഡിങ് ലേബർ കോസ്റ്റ് ആൻഡ് മെറ്റീരിയൽ കോസ്റ്റ്. അപ്പോൾ പ്രൈം കോസ്റ്റ് എന്താണ്? കോസ്റ്റിൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ തന്നെ പ്രൈം കോസ്റ്റ് ആൻഡ് ഓവർഹെഡ്സ് ഇതാണ്. ഇനി പ്രൈം കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും ഡയറക്റ്റ് ലേബർ കോസ്റ്റിൻ്റെയും സമ്മാണ് പ്രൈം കോസ്റ്റ്. അടുത്തത് ഫാക്ടറി ഓവർഹെഡ്സ്. മുകളിൽ പറഞ്ഞ പ്രൈം കോസ്റ്റിൽ പെടാത്തതെല്ലാം ഓവർഹെഡ് കോസ്റ്റിൽ വരുന്നതാണ്, അത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അടുത്തത് പാക്കേജ് ആൻഡ് ഡെലിവറി ചാർജസ്. ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് പാക്ക് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. ഇനി നമ്മുടെ ഡെലിവറി ചെയ്യേണ്ട ലൊക്കേഷനിൽ നമ്മൾ എത്തിക്കണം. അപ്പോൾ ഡെലിവറി ചാർജ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജുകൾ വരും, അതിൻ്റെ ടാക്സ് വരും, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതാണ് പാക്കേജ് ആൻഡ് ഡെലിവറി ചാർജസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണക്കിലാക്കിക്കൊണ്ട് ടോട്ടൽ കോസ്റ്റ് കണക്കാക്കുക. നമ്മൾ ആ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ എടുത്ത ഒരു യൂണിറ്റ് മാനുഫാക്ചർ ചെയ്യാൻ എടുത്ത കോസ്റ്റ് കണക്കാക്കുക. അടുത്തത് സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് ആൻഡ് സെയിൽസ് പ്രൈസ്. അപ്പോൾ കോസ്റ്റ് കണക്കാക്കുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റാണ്. പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് ഒരിക്കലും ഒരു കമ്പോണൻറ്റ് വിൽക്കാൻ പറ്റില്ല. നമ്മൾ വിൽക്കുന്നത് നമ്മുടെ പ്രോഫിറ്റൂടെ കൂട്ടിയാണ്. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ഫേം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒരു റീസണബിൾ പ്രോഫിറ്റ് കിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് ഇപ്പോൾ 10% ആയിക്കോട്ടെ, 20% ആയിക്കോട്ടെ, ആ പ്രോഫിറ്റ് നമ്മൾ ഇവിടെ കൂട്ടിയിട്ട് വേണം നമുക്ക് സെല്ലിംഗ് പ്രൈസ് കണക്കാക്കാൻ. ഇനി ഡിസ്കൗണ്ട് ടു ബി അലൗഡ്. എന്ത് ഡിസ്കൗണ്ട് കൊടുക്കണം? അപ്പോൾ ഡിസ്കൗണ്ട് എപ്പോഴും കൊടുക്കുന്നത് നമ്മൾ കോസ്റ്റ് പ്രൈസിനുമല്ല സെല്ലിംഗ് പ്രൈസിനുമല്ല, മാർക്ക്ഡ് പ്രൈസാണ്. മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിൽ, ഒരു പാക്കേജിൻ്റെ മുകളിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രൈസ്. ഇപ്പം ഇപ്പോൾ നമുക്ക് 90 രൂപയാണ് ഒരു പ്രൊഡക്റ്റിന് ചിലവായത്. നമ്മൾ 100 രൂപയ്ക്ക് വിൽക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ 110 നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പ്രോഡക്റ്റിൻ്റെ കവറിൽ നമ്മൾ MRP 110 എഴുതുന്നു. പക്ഷേ നമ്മൾ എന്തിനു തന്നെ വിൽക്കുന്നു? ഡിസ്കൗണ്ട് അലവ് ചെയ്തിട്ട് ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നു. നമ്മൾ 100 രൂപയ്ക്ക് തന്നെ വിൽക്കുന്നു, 10 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് തീരുമാനിച്ചാലേ നമുക്ക് ആ ഡിസ്കൗണ്ട് കൂടെ കൂട്ടിയിട്ടാണ് സെല്ലിംഗ് പ്രൈസും ഡിസ്കൗണ്ടും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ മാർക്ക്ഡ് പ്രൈസ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, മാർക്ക്ഡ് പ്രൈസ്, 3 പ്രൈസ് പറയും. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ എടുത്ത കോസ്റ്റാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്.
ഇനി സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു കസ്റ്റമറിന് ആ പ്രോഡക്റ്റ് എത്ര രൂപയ്ക്ക് വിൽക്കും എന്നതിനെയാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കൗണ്ടും കൂടെ കൂട്ടിയിട്ട്, അതായത് സെല്ലിംഗ് പ്രൈസ് പ്ലസ് ഡിസ്കൗണ്ടാണ് മാർക്ക്ഡ് പ്രൈസ്. അപ്പോൾ ഈ മാർക്ക്ഡ് പ്രൈസ് തീരുമാനിക്കുക, അതായത് ഡിസ്കൗണ്ട് എത്ര കൊടുക്കണമെന്ന് തീരുമാനിക്കുക. അതാണ് അടുത്ത റൂൾ. ഇനി അടുത്തത് ടൈം ഓഫ് ഡെലിവറി. അപ്പോൾ എപ്പം ഏകദേശം എത്ര സമയത്തേക്ക് നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഏത് സമയത്തേക്ക് നമുക്ക് വിപണിയിൽ എത്തിക്കാൻ കഴിയും എന്നതാണ് ടൈം ഓഫ് ഡെലിവറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അടുത്തത് അപ്രൂവൽ ഓഫ് മാനേജ്മെൻറ്റ്. അതായത് when the estimate is complete, it is entered in the estimate form and submitted to the directors and sales department for dispatch of the quotation of tender. അതായത് ഇനി എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് എസ്റ്റിമേറ്റ് ഫോമിൽ എഴുതി നമ്മൾ ഡയറക്ടേഴ്സിനും സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിനും കൊടുക്കുന്നു. അപ്പോൾ അവരാണ് ഇത് പുറമേ നിന്ന് ടെൻഡർ വിളിക്കുക. അതായത് ഈ കമ്പോണൻറ്റ് കൊടുക്കാൻ പറ്റും, ഇന്ന സമയത്തിന് കൊടുക്കാൻ പറ്റും, ഇത്ര കമ്പോണൻറ്റ് ഔട്ട്സൈഡ് വെൻഡേഴ്സിന്, ഔട്ട്സൈഡ് കസ്റ്റമേഴ്സിന് എത്ര കമ്പോണൻസ് വേണം എന്ന് ഓർഡർ എടുക്കുക, ടെൻഡർ വിളിക്കുക ഇവരാണ്. അപ്പം ഈ എസ്റ്റിമേറ്റിൽ നിന്ന് വേണം മാനേജ്മെൻറ്റ്, ടെൻഡർ അനുസരിച്ച് വേണം മാനേജ്മെൻറ്റ് അപ്രൂവൽ, ഈ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള അപ്രൂവൽ കിട്ടണമെങ്കിൽ ഈ എസ്റ്റിമേഷൻ മാനേജ്മെൻറ്റിന് സബ്മിറ്റ് ചെയ്യണം. ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ടെൻഡർ വിളിക്കുക, ടെൻഡറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നെ റിവേഴ്സ് ഡിസിഷൻ നടക്കുക. അതായത് ഈ പ്രൊഡക്റ്റ് ഇത്ര ക്വാണ്ടിറ്റി മാനുഫാക്ചർ ചെയ്യണം, ഇനി എത്ര ക്വാണ്ടിറ്റി മാനുഫാക്ചർ ചെയ്യണം, എത്ര റോ മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യണം, ഇതൊക്കെ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ മാനുഫാക്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് എസ്റ്റിമേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് ഈ കമ്പനീൻ്റെ അധികൃതർക്ക്, അതായത് ഡയറക്ടേഴ്സിന്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് ഫോം അവിടെ കൊടുക്കും. എസ്റ്റിമേറ്റ് ഫോം കൊടുത്ത് അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഇവർ കമ്പനി ടെൻഡർ വിളിക്കുക. അപ്പോൾ ടെൻഡറിനനുസരിച്ചായിരിക്കും കമ്പനി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് എസ്റ്റിമേഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് എസ്റ്റിമേറ്റിംഗ് പ്രൊസീജിയർ. ഈ എസ്റ്റിമേഷൻ പ്രൊസീജിയറിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കണക്കിലെടുക്കണം, മെയിൻ ഐറ്റംസ് ഓർ മെയിൻ പോയിന്റ്സ് ടു ബി എസ്റ്റിമേറ്റഡ്, എന്തൊക്കെ കാര്യങ്ങൾ എസ്റ്റിമേഷനിൽ പരിഗണിക്കണം എന്നതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത്രയും 16 പോയിന്റ്സ് പറഞ്ഞത് ഈ കാര്യങ്ങളാണ്. എന്താണ് എസ്റ്റിമേറ്റിംഗിൽ എന്തൊക്കെ കാര്യങ്ങൾ കണക്കിലെടുക്കണം.